അപ്പൊ നമ്മൾ പല ടൈപ്പ് മോസ്കിറ്റോസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അനോഫിലസ്, ഈഡിസ്, ക്യൂലെക്സ്. അപ്പോൾ മെയിൻ ആയിട്ട് അവർ പരത്തുന്ന അസുഖങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമുക്ക് പഠിക്കാണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പഠിക്കുന്നതാണ്. അപ്പോൾ മലേറിയ എന്നുള്ള അസുഖം പരത്തുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് മലേറിയ എന്നുള്ള അസുഖത്തിന്റെ വെക്ടർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സ്ലൈഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, മലേറിയ എന്നുള്ള അസുഖത്തിന്റെ വെക്ടർ ഏതാണ്? മലേറിയ എന്നുള്ള അസുഖം പരത്തുന്ന വെക്ടറാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഡെങ്കു എന്നുള്ള വെക്ടർ ബോൺ ഡിസീസ് പരത്തുന്ന വെക്ടറാണ് ഈഡിസ് മോസ്കിറ്റോ. ഡെങ്കു, ഈഡിസ് മോസ്കിറ്റോ. നെക്സ്റ്റ് ഫൈലേരിയ, മന്തുരോഗം പരത്തുന്നത് ക്യൂലെക്സ് മോസ്കിറ്റോകളാണ്. ക്യൂലെക്സ് മോസ്കിറ്റോ. ഇതിന്റെ ബ്രീഡിംഗ് ഏരിയാസ് ഒക്കെ നമ്മൾ എപ്പിഡമോളജീസിലൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഫൈലേരിയ പരത്തുന്നത് ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ചിക്കൻ ഗുനിയ പരത്തുന്നത് ഈഡിസ് മോസ്കിറ്റോസ്. യെല്ലോ ഫീവർ പരത്തുന്നത് ഈഡിസ് മോസ്കിറ്റോ. ഈ യെല്ലോ ഫീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ റീസെന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാത്തൊരു അസുഖമാണ്. പക്ഷെ നമ്മളെ സർവൈലൻസോടെ പോണ ഒരു അസുഖമാണ് യെല്ലോ ഫീവർ. ഇതുവരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ കുറേ ഫോറിനേഴ്സ് ഒക്കെ വന്നു പോണ കാരണം ഈ വരുന്ന ഫോറിനേഴ്സിനൊക്കെ യെല്ലോ ഫീവറിനെതിരെയുള്ള വാക്സിനേഷൻ നിർബന്ധമാണ്. അതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കബിളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻറ്റ് വെക്ടർ ബോൺ ഡിസീസസിന്റെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേറിയ പരത്തുന്നതിന്റെ വെക്ടറാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഡെങ്കു, ഈഡിസ് മോസ്കിറ്റോ. ഫൈലേരിയ, ക്യൂലെക്സ് മോസ്കിറ്റോ. ചിക്കൻ ഗുനിയ, ഈഡിസ് മോസ്കിറ്റോസ്. ആൻഡ് യെല്ലോ ഫീവർ, ഈഡിസ് മോസ്കിറ്റോ. അപ്പോൾ ഇതിൽ കൂടുതൽ ഈഡിസ് മോസ്കിറ്റോസ് ആണ്. അപ്പോൾ ഈഡിസ് മോസ്കിറ്റോ മാത്രമായിട്ട് നിങ്ങൾ ഒരു സ്റ്റിക്കി നോട്ട്സ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെച്ച് പഠിക്കുക. ഡെങ്കു, ചിക്കൻ ഗുനിയും യെല്ലോ ഫീവറും ഈഡിസ് മോസ്കിറ്റോയാണ്. ക്യൂലെക്സ് പരത്തുന്നത് ഫൈലേരിയ ആണ്. അതുപോലെ മലേറിയ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുള്ളത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് വെക്ടർ ബോൺ ഡിസീസസിന്റെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് നമുക്ക് മലേറിയയുടെ ലൈഫ് സൈക്കിളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയ മോസ്കിറ്റോ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നുവെച്ചാൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ട്, അല്ലെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയ കാണാറുണ്ട്. അപ്പോൾ ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയ പഠിക്കുന്നതിനേക്കാളും മുമ്പ് അറിഞ്ഞിരിക്കേണ്ടത് ഈ വെക്ടറിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് ഡെവലപ്മെന്റ് ആണ് ഈ ഒരു വെക്ടർ ബോൺ ഡിസീസിൽ നടക്കുക. ഒന്ന് സെക്ഷൽ ഡെവലപ്മെന്റും ഒന്ന് അസെക്ഷൽ ഡെവലപ്മെന്റും. എവിടെയാണോ സെക്ഷൽ ഡെവലപ്മെന്റ് നടക്കുന്നത് ആ ഹോസ്റ്റിനെ വിളിക്കുന്നതാണ് നമ്മൾ പ്രൈമറി ഹോസ്റ്റ്. എവിടെയാണോ സെക്ഷൽ ഡെവലപ്മെന്റ് നടക്കുന്നത് ആ ഹോസ്റ്റിനെ വിളിക്കുന്നതാണ് പ്രൈമറി ഹോസ്റ്റ്. എവിടെയാണ് അസെക്ഷൽ ഡെവലപ്മെന്റ് നടക്കുന്നത് ആ ഹോസ്റ്റിനെ വിളിക്കുന്നതാണ് സെക്കൻഡറി ഹോസ്റ്റ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഈ ഒരു കൺസെപ്റ്റ് തറവാക്കിയിട്ട് തന്നെ പോവുക. എവിടെയാണ് സെക്ഷൽ ഡെവലപ്മെന്റ് നടക്കുന്നത് അതാണ് പ്രൈമറി ഹോസ്റ്റ്. എവിടെയാണ് അസെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത് അതാണ് സെക്കൻഡറി ഹോസ്റ്റ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഇപ്പം നമ്മൾ നോക്കാൻ പോണത് മലേറിയ ആണ്. അപ്പോൾ മലേറിയയുടെ കേസിൽ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോകളാണ്. മോസ്കിറ്റോന്റെ ഉള്ളിലാണ് സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത് മലേറിയ എന്നുള്ള ഡിസീസിൽ. അസെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഹ്യൂമൻ്റെ ഉള്ളിലും. അപ്പം മലേറിയയിൽ പ്രൈമറി ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയും സെക്കൻഡറി ഹോസ്റ്റ് എന്ന് പറഞ്ഞാലാണ് ഹ്യൂമൻ വരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയ മോസ്കിറ്റോ ചോദിക്കുമ്പോൾ എന്തായാലും അവിടെ മെൻഷൻ ചെയ്യണം. പ്രൈമറി ഹോസ്റ്റ് മലേറിയയിലെ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയും സെക്കൻഡറി ഹോസ്റ്റ് മലേറിയയിലെ മാനും ആണ്. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് ലൈഫ് സൈക്കിൾ നോക്കാം. അപ്പോൾ ലൈഫ് സൈക്കിൾ എഴുതണേക്കാളും മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ എന്തൊരു ക്വസ്റ്റ്യൻ എഴുതണേക്കാളും മുമ്പ് നമ്മളൊരു ബ്രീഫ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യനെ റിലേറ്റ് ചെയ്യണ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം മലേറിയ എന്നുള്ള അസുഖം എന്താണെന്നൊന്ന് ബ്രീഫായിട്ട് ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം ലൈഫ് സൈക്കിളിലേക്ക് പോവുക. Malaria is a mosquito-borne febrile disease caused by the malarial parasite Plasmodium. It is transmitted to man by the infected female Anopheles mosquito. അപ്പോൾ മലേറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കൊതുക് കടിക്കണ കാരണം വരുന്ന അസുഖമാണെന്ന്. അപ്പോൾ എന്താണ് ആദ്യം തന്നെ നമുക്ക് എഴുതാനുള്ള ഒരു സെന്റൻസ് കിട്ടി. മലേറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്. പിന്നെ അതൊരു ഫെബ്രൈൽ ഡിസീസ് ആണ്. അത് ഈ മലേറിയയുടെ ഒരു സൈനാണ് ഫീവർ വിത്ത് ചിൽസ്, വിറയലോട് കൂടിയിട്ടുള്ള പനി. നമുക്ക് മലേറിയയുടെ ഒരു സിംറ്റം ആയിട്ട് പറയുന്നതാണ്.
അപ്പോൾ അതൊരു ഫെബ്രൈൽ ഡിസീസാണ്, മോസ്കിറ്റോ ബോൺ ഇൻഫെക്ഷൻ ആണ്. അതിൻ്റെ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. മലേറിയയുടെ പാരസൈറ്റിന്റെ പേരാണ് പ്ലാസ്മോഡിയം. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. മലേറിയയുടെ പാരസൈറ്റിന്റെ പേരാണ് പ്ലാസ്മോഡിയം. പിന്നെ അത് മനുഷ്യനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ കടിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ ഇൻഫെക്ഷൻ കിട്ടുന്നത്. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു മാൻ ബൈ ദി ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വഴിയാണ് മാനിന് ഇൻഫെക്ഷൻ കിട്ടുന്നത്. അങ്ങനെ ആ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മലേറിയയുടെ ക്ലിനിക്കലായിട്ട് നമ്മൾ സിംറ്റംസ് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഫീവർ വിത്ത് ചിൽസ്, വിറയലോട് കൂടിയിട്ടുള്ള പനി ഉണ്ടാവും, സ്വെറ്റിംഗ് ഉണ്ടാവും, അതുപോലെ സ്പ്ലീനിന് എൻലാർജ്മെന്റ് ഉണ്ടാവും, പിന്നെ അനീമിയ കാണാറുണ്ട്. ഇതൊക്കെയാണ് മലേറിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ. ഫീവർ, ചില്ലോട് കൂടിയിട്ടുള്ള ഫീവറുകൾ, പിന്നെ സ്വെറ്റിംഗ്, സ്പ്ലീൻ എൻലാർജ്മെന്റ്, അതുപോലെ അനീമിയ. ഇതാണ് നമുക്ക് മലേറിയയുടെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് ലൈഫ് സൈക്കിളിലേക്ക് പോവാം. ഇപ്പോൾ ലൈഫ് സൈക്കിൾ നേരത്തെ ഞാൻ പറഞ്ഞു, സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ ഉള്ളിലാണ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിൽ സ്പോറോസോയിറ്റ് എന്നുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു വ്യക്തിനെ കടിക്കുമ്പോൾ ആളുടെ ഉള്ളിലേക്ക് ഈ സ്പോറോസോയിറ്റിനെ ഇഞ്ചെക്ട് ചെയ്യും. അതാണ് നടക്കുന്നത്. അപ്പോൾ സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുക ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ ഉള്ളിലാന്ന് പറഞ്ഞു. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്റ്റേജ് ഉണ്ട്, പക്ഷെ നിങ്ങളുടെ സിലബസിൽ വളരെ കുറച്ച് ടേംസ് ആണ് പഠിക്കാനുള്ളൂ. അത് കാരണം നമുക്ക് അത് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് പോവാം. സെക്ഷൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് നടക്കുന്നത് മലേറിയ മോസ്കിറ്റോന്റെ ഉള്ളിലാണ്, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ ഉള്ളിലാണ്. അപ്പോൾ ഒരുപാട് സെക്ഷൽ ഡെവലപ്മെന്റിന് ശേഷം ആ മോസ്കിറ്റോന്റെ ഉള്ളിൽ ഒരു ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ഫോം ചെയ്യും. അതാണ് സ്പോറോസോയിറ്റുകൾ. ഈ സ്പോറോസോയിറ്റ് മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ടാവും. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോന്റെ ഉള്ളിൽ നിറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഒരാളെ കടിക്കുമ്പോൾ അതിന്റെ പ്രൊബോസിസ് വെച്ചിട്ടാണല്ലോ കടിക്കുക. ആ പ്രൊബോസിസ് വഴി ഈ സലൈവറി ഗ്ലാൻഡിലുള്ള സ്പോറോസോയിറ്റുകളെ ഇഞ്ചെക്ട് ചെയ്യും. ഇതാണ് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിൽ സ്പോറോസോയിറ്റ് എന്നുള്ള ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ഉണ്ടാവും. അതൊരു മനുഷ്യനെ കടിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് ഈ സ്പോറോസോയിറ്റുകൾ ഇഞ്ചെക്ട് ചെയ്യും. ഇനി ബാക്കി ഡെവലപ്മെന്റ് ഹ്യൂമൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. അത് സെക്ഷൽ സൈക്കിളാണ്. ഹ്യൂമൻ്റെ ഉള്ളിൽ ഈ സ്പോറോസോയിറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം പോവുക ബ്ലഡിലേക്കാണ്. ബ്ലഡിൽ നിന്ന് നേരെ അത് ലിവറിലേക്ക് പോവും. ലിവറിൽ കുറച്ച് മൾട്ടിപ്ലിക്കേഷനും ഡെവലപ്മെന്റും നടന്ന് അത് റെഡ് ബ്ലഡ് സെൽസിലേക്ക് കയറും. റെഡ് ബ്ലഡ് സെൽസിൽ അത് ഡെവലപ്പ് ചെയ്ത് റെഡ് ബ്ലഡ് സെൽസിനെ ഫുള്ളും ഇൻഫെക്റ്റ് ആക്കിയിട്ട് അനീമിയ പോലത്തെ ലക്ഷണങ്ങൾ കാണിക്കും. അതുപോലെ മലേറിയ എന്നുള്ളൊരു അസുഖത്തിലേക്ക് മാറുന്നു. ഇതാണ് ബേസിക് ആയിട്ട് ലൈഫ് സൈക്കിളിൽ നടക്കുന്നത്. ഇങ്ങനെയാണ് മലേറിയ എന്നുള്ളൊരു അസുഖം മനുഷ്യന് വരുന്നത്. ഒന്നുകൂടിയും പറയാം, ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിൽ ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ആയിട്ടുള്ള സ്പോറോസോയിറ്റുകൾ ഉണ്ടാവും. അത് ഒരു മനുഷ്യനെ കടിക്കുമ്പോൾ സ്പോറോസോയിറ്റുകളെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ മനുഷ്യന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ സ്പോറോസോയിറ്റ് എത്തി. സ്പോറോസോയിറ്റ് നേരെ ബ്ലഡിലേക്ക് പോകും, പിന്നെ ലിവറിലേക്കാണ് പോണത്. ലിവറിൽ അത് ഡെവലപ്മെന്റ് നടന്ന് പിന്നെ അത് RBCയിലേക്ക് പ്രവേശിക്കുന്നു. RBCനൊക്കെ ഇൻഫെക്റ്റഡ് ആക്കിയിട്ട് പിന്നെ മലേറിയ എന്നുള്ളൊരു അസുഖത്തിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുന്നു. ഇതേ സൈക്കിള് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ആ ഇൻഡിവിജ്വൽ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞു. ഇനി വേറെ ഒരു അസുഖം ഇല്ലാത്ത മോസ്കിറ്റോ വന്ന് കടിക്കുമ്പോൾ ആ മോസ്കിറ്റോയും ഇൻഫെക്റ്റഡ് ആവണു. അത് വേറൊരു ഇൻഡിവിജ്വലിനെ കടിക്കണു, അയാൾ ഇൻഫെക്റ്റഡ് ആക്കണു. അങ്ങനെ ഈ സൈക്കിള് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ലൈഫ് സൈക്കിളിൽ പറയാനുള്ളത്. അപ്പോൾ സെക്ഷൽ സ്റ്റേജ് is carried in mosquito. Therefore, mosquito cycle is referred as sexual phase of the life cycle of malaria parasite. 10 to 40 days എടുത്തിട്ടാണ് ഈ സെക്ഷൽ സ്റ്റേജ് മോസ്കിറ്റോന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. 10 to 40 days കഴിഞ്ഞതിന് ശേഷമാണ് മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാൻഡിൽ സ്പോറോസോയിറ്റുകൾ വന്ന് നിറയുക. പിന്നെ when the infective forms of the malarial parasite sporozoites are present in the salivary gland of the mosquito, the healthy person bitten by the mosquito become infected. അപ്പോൾ സ്പോറോസോയിറ്റുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെയാണോ കടിക്കുന്നത് ആളുടെ ശരീരത്തിലേക്ക് സ്പോറോസോയിറ്റുകൾ ഇഞ്ചെക്ട് ചെയ്യും. അങ്ങനെ ആള് ഒരു മലേറിയ പേഷ്യൻ്റ് ആയിട്ട് മാറും. മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്നത്
അസെക്ഷൽ ഫേസ് ആണ്. ദി പാരസൈറ്റ് ഫസ്റ്റ് ഡെവലപ്പ് ഇൻ ദി ലിവർ, ബ്ലഡിൽ നിന്ന് നേരെ അത് ലിവറിലേക്ക് പോവും. പിന്നെ അത് മൾട്ടിപ്ലൈ ഇൻ ദി റെഡ് ബ്ലഡ് സെൽസ് ഓഫ് ദി ഇൻഫെക്റ്റഡ് പേഴ്സൺ. പിന്നെ അങ്ങനെ മലേറിയ എന്നുള്ളൊരു അസുഖത്തിലേക്ക് അയാളെ കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ ലൈഫ് സൈക്കിള്. അപ്പൊ നമുക്കിഞ്ഞൊരു ഡയഗ്രാം നോക്കാം. ഇതിലിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് മലേറിയ പാരസൈറ്റിന്റെ ലൈഫ് സൈക്കിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ, ആ മോസ്കിറ്റോ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോസ്കിറ്റോയാണ്. അതിന്റെ സലൈവറി ഗ്ലാൻഡിൽ എന്തുണ്ടായിരിക്കും? സ്പോറോസോയിറ്റുകൾ ഉണ്ടായിരിക്കും. അത് ഒരു മനുഷ്യനെ കടിക്കുകയാണ്. ആ മനുഷ്യന്റെ കടിക്കുമ്പോൾ ആളുടെ ശരീരത്തിലേക്ക് സ്പോറോസോയിറ്റുകൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. സ്പോറോസോയിറ്റ് നേരെ അയാളുടെ ലിവറിലേക്ക് പോകുന്നു. ലിവറിൽ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് നേരെ റെഡ് ബ്ലഡ് സെൽസിലേക്ക് പോകുന്നു. ഇപ്പോൾ ആള് ഓൾറെഡി മലേറിയ പേഷ്യന്റ് ആയി കഴിഞ്ഞു. റെഡ് ബ്ലഡ് സെൽസിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അസുഖം വരും. അപ്പോൾ വേറൊരു മോസ്കിറ്റോ വന്ന് കടിക്കുമ്പോൾ ആ മോസ്കിറ്റോയെ ഇൻഫെക്റ്റ് ആവണു, ആളെ കടിക്കുമ്പോൾ ആ മോസ്കിറ്റോയെ ഇൻഫെക്റ്റ് ആവണു. പിന്നെ ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാണ്. ഈ ഡയഗ്രാം കൂടിയും വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ആ ബോഡി പാർട്സ് ഒന്നും വരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് എഴുതിയിട്ടെങ്കിലും നിങ്ങൾ അത് ഒരു സൈക്കിളാക്കി മാറ്റുക. എന്നിട്ട് ആ ഡയഗ്രാം കൂടിയും ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം എന്തായാലും നിങ്ങൾക്ക് മാർക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റും. ബോഡി പാർട്സ് വരച്ചില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നെയിം, മാൻ, മോസ്കിറ്റോ, ലിവർ, റെഡ് ബ്ലഡ് സെൽസ് അങ്ങനെ എഴുതിയിട്ട് ഇതൊരു സൈക്കിളാക്കി മാറ്റുക. ഓക്കെ.